അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് സർവ്വം മായ. നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായും അഭിനയിക്കുന്നത്. ഒരു പ്രേതം നമ്മുടെ കൂടെ വന്നാൽ എന്തായിരിക്കും? അതാണ് വാസ്തവത്തിൽ ഈ സിനിമ. സാധാരണഗതിയിൽ സ്റ്റീഫൻ കിങ്ങിൻ്റെ കാലം തൊട്ട് നമുക്ക് പ്രേതം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഭയം ഉണ്ടാക്കും. ഏത് സിനിമയാണെങ്കിൽ പോലും വളരെ ഭയം ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രേതത്തെ സിനിമയിൽ ആവിഷ്കരിക്കുക. പക്ഷേ ഇവിടെ പ്രേതം ഒരു കാമുകിയായാൽ ആ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയിൽ കാണുന്നത്. ഏത് സിനിമ വിജയിക്കണമെങ്കിലും ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതായി തീരേണ്ടതുണ്ട്. എത്ര മികച്ച അഭിനയശേഷിയുള്ള നടന്മാരാണ് അഭിനയിച്ചതെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പടം എട്ടുനില പൊട്ടും. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അഖിൽ സത്യൻ എന്ന എഴുത്തുകാരനും സംവിധായകനുമാണ് ശരിക്കും താരം. കാരണം നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പലരും പറയുമെങ്കിലും അത്ര മേൽ സൂക്ഷ്മമായിട്ടുള്ള നല്ല രചനയാണ് ഈ സിനിമയുടെ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിനിമയുടെ ഈ സംഭാഷണങ്ങൾ. സാധാരണഗതിയിൽ പെൺകുട്ടികൾ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് റിയ ഷിബു ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ ക്രിസ്ത്യൻ രീതിയിലുള്ള അവരെങ്ങനെയാണ് സംസാരിക്കുക, ആ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതോടൊപ്പം തന്നെ അജു വർഗീസ് നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. കാരണം അജു വർഗീസിന് ചേരാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. അജു വർഗീസും നിവിൻ പോളും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പല സിനിമകളും മുമ്പ് ഹിറ്റായിട്ടുണ്ട്. ഈ സിനിമയിലും അത് ആവർത്തിക്കുകയാണ്. പ്രീതി മുകുന്ദൻ ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ അഭിനയ സാധ്യതയുള്ള കഥാപാത്രമല്ല. പക്ഷെ ഇതിൽ പ്രേതം എന്ന രീതിയിൽ അഭിനയിച്ച റിയ ഷിബു തന്നെയാണ് നല്ല ഒരു ക്യാരക്ടർ റോളുള്ളത്. പിന്നെ അതുപോലെ പ്രിയ വാര്യർ ഒരു ചെറിയ ഒരു റോളിൽ വരുന്നുണ്ട്. ഈ സിനിമയുടെ നമുക്ക് ഈ സിനിമ അത്യാവശ്യം കോമഡി ഉണ്ട്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സർവ്വമായ പല സിനിമകളും 2025 ഹിറ്റായിട്ടുണ്ട്. പക്ഷെ 2025 ലാസ്റ്റ് ഹിറ്റ് എന്ന് ചോദിച്ചാൽ അതിന് സർവ്വമായ മാത്രമാണ് ഒരു ഉത്തരം എന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം അത്ര